പാമ്പിനെ കൊല്ലണമെങ്കിൽ അതിന്റെ മടയിൽ പോയിട്ട് കൊല്ലണം. അങ്ങനെ പാമ്പിനെ കൊല്ലാൻ വേണ്ടി അതിന്റെ മടയിലേക്ക് പോയ ഒരു പോലീസുകാരന്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. പടത്തിന്റെ പേര് ഇവർ ഇവർ ഇവർ. സ്റ്റാറിംഗ് ജയറാമേട്ടൻ. കൊച്ചി നഗരത്തിലെ അണ്ടർവേൾഡ് കിങ് ആണ് പാമ്പ് ജോസ്. ഇയാളാണ് ഹക്കീം, പാമ്പ് ജോസിന്റെ വലങ്കൈ. ഈ പാമ്പിന്റെ ടീമിലുണ്ടായിരുന്ന നമ്പി പാമ്പ് ജോസിന്റെ ശത്രുവായ മിന്നലിന്റെ ടീമിൽ പോയിട്ട് ചേരും. അത് പാമ്പ് ജോസിന് ഇഷ്ടാവില്ല. നമ്പിയെ തട്ടാൻ വേണ്ടി പാമ്പ് തന്റെ തളപതിയെ അയക്കും, ഒപ്പം കുറെ ഗുണ്ടകളെ. അപ്പൊ ഇനി താമസം വേണ്ടല്ലോ വിനായക, എന്നെ കൊണ്ട് കൊല്ലാൻ പറ്റില്ല. പറ്റും, എനിക്ക് പറ്റില്ല. പേടിയൊക്കെ അവന്റെ പടമല്ലേ. എന്റെ അടുത്ത് ഏക്കലാന്ന് കണ്ടപ്പം അവൻ അപ്പോഴേ ലൈൻ മാറ്റി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും പാമ്പ് സ്നേഹമുള്ളവനാണ് കേട്ടോ. നമ്പിയെ കൊന്നിട്ട് അതിന്റെ സങ്കടം മാറാൻ വേണ്ടി മൂപ്പരൊരു ഹർത്താലൊക്കെ നടത്തുകയാണ്, ഗുണ്ടകളുടെ ഹർത്താൽ. നമ്പി നമ്മുടെ സുഹൃത്താ, നമ്പിയുടെ അടക്കം ഗംഭീരാവണം. നമ്മളും പ്രഖ്യാപിക്കുന്നു നാളെ ഹർത്താൽ. നന്നായത്, നാട്ടുകാർക്ക് അങ്ങനെ തന്നെ വേണം. നാട്ടുകാർ അറിയട്ടടാ നമ്പി മോശക്കാരനല്ലാന്ന്. ഹർത്താലിന്റെ ഇടയിൽ നമ്മുടെ ഹക്കീമിന്റെ ഒരു ഫൈറ്റ്. അതിന്റെ ഇടയിൽ കൂടെയാണ് രാഘവ് കഥയിലേക്ക് കേറി വരുന്നത്. ഹക്കീം വെട്ടിയാലേ അവൻ മരിക്കണം. ഒരുത്തൻ ചാകാൻ കിടക്കുമ്പോഴാണ് പുല്ല് നിന്റെ അഭ്യാസം. A few moments later. സംഭവം മൂപ്പര് ഹക്കീമിനെ മലത്തിയടിക്കാൻ നോക്കിയതാണ്, പക്ഷെ അങ്ങോട്ട് ഏറ്റില്ല. ആരോടും പറയല്ലേ, അംബോയിസരാട്ടാ. രാഘവിന്റെ കുറെ തല്ലരന്ന് വാങ്ങി മടുത്തപ്പോ ഹക്കീം രാഘവിന് ഒരു ഓഫർ കൊടുക്കുകയാണ്. ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. നിന്റെ ഈ ചങ്കൂറ്റം മാത്രം മതി ഞങ്ങളോട് പോരെ. ഇനിയുള്ള ജീവിതം സുഖം, സുഖകരം, എന്തൊക്കെ വേണം എല്ലാം ഞൊടിയടയിൽ. അത് ശരി, അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഫൈറ്റ് ഒക്കെ? അല്ല, ഇയാളുടെ ജീവൻ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ രാഘവ് അടി തുടങ്ങിയത്. ഒരുത്തൻ ചാകാൻ കിടക്കുമ്പോഴാണ് പുല്ല് നിന്റെ അഭ്യാസം. ഞാൻ ഇങ്ങനെയൊക്കെ ആയതില് ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ രാഘവിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ അയാളെ ഹക്കീം പാമ്പ് ജോസിന്റെ ടീമിലേക്ക് എടുക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ പോരല്ലേ? അവിടെയാണ് ട്വിസ്റ്റ്. ഈ രാഘവ് ഒരു പോലീസാണ്, ആന്റി ഗുണ്ട സ്ക്വാഡിന്റെ തലവൻ. പോലീസായിട്ട് ചാർജ് എടുക്കുന്നതിന് പകരം പാമ്പ് ജോസിന്റെ മാളത്തില് ഗുണ്ടയുടെ വേഷത്തിൽ ഇഴഞ്ഞു കയറി എല്ലാവരെയും തീർക്കാനാണ് രാഘവിന്റെ പ്ലാൻ. ഐ പ്രിഫർ ദ സെക്കൻഡ് ഓപ്ഷൻ സർ. പാമ്പ് ജോസിന്റെ മാളത്തിലേക്ക്. ഇത് വല്ലത് നടക്കൂ? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഹലോ ഹലോ, ഭണ്ഡാരത്തിന്റെ ചാർജും പോയി. പേടിക്കണ്ട, അതിന് എന്റെ ഒരു വഴിയുണ്ട്. റാമ്പിൽ നിന്ന് ബൈക്ക് ജമ്പ് ചെയ്യുന്നതോട് കൂടി രണ്ട് സൈഡിൽ നിന്നും എക്സ്പ്ലോഷൻ ഉണ്ടാവും. ഇപ്പൊ ചാർജ് ആയില്ലേ? എല്ലാം ഞൊടിയടയിൽ. ഇവൻ നമ്മളെ ഒറ്റ ഹക്കീമുക്ക. അത് നിന്റെ മനസ്സിന്റെ തോന്നലാ. ഹക്കീമിന് ഒരാളെ കണ്ടാൽ അറിയാം. പൊട്ടൻ. ഈ ഗുണ്ടാ സംഘത്തിൽ ആർക്കും പഠിപ്പും വിവരമൊന്നും ഇല്ലാട്ടോ. അതൊക്കെ ഉള്ളവർ ഈ പണിക്ക് നിൽക്കില്ലല്ലോ. രാഘവിന്റെ വരവ് പാമ്പ് ജോസും അയാളുടെ ഗാങ്ങും ആഘോഷിക്കുകയാണ്. അതിനാരാ ഈ രാഘവ്? അയാൾ ഇപ്പൊ വന്നിട്ടല്ലുള്ളൂ. മൂപ്പരെന്തോ കാര്യമായിട്ട് പാടുന്നുണ്ട്. അതെന്താന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. ഇത് ഞാൻ മ്യൂട്ടാക്കിയതല്ല. ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. ഇങ്ങനെയാണോ ഇയാള് ഗുണ്ടകളെ ഇല്ലാതാക്കാൻ പോണത്? ഈ ഗുണ്ടാ ടീമിലെ ആരുടെ കയ്യിലും തോക്കൊന്നുമില്ലാട്ടോ. ഒരു തുരുമ്പ് പിടിച്ച ആക്രിവാള്, അതാണ് ഇവരുടെ ആകപ്പാടുള്ള ഒരു ആയുധം. അത് വെച്ചിട്ടാണ് ഇവരെല്ലാവരും കൊല്ലുന്നത്. അയ്യോ ദാരിദ്ര്യം. അത് നോക്ക്, ആ വാൾ എടുക്കാൻ കൂടി കിട്ടണില്ല, അത്രയ്ക്ക് തുരുമ്പാണ് അതില്. ഇതിപ്പോ ഇവരെ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് മാമ പണിക്കൊക്കെയാണ് നിക്കണത്. ഇതാണ് പാമ്പിന്റെ തീം മ്യൂസിക്. ഹോ ഹോ. ഈ ഹൊഹോ ഈ പടത്തിൽ എല്ലായിടത്തും വരുന്നുണ്ട് കേട്ടോ. എല്ലാ പത്രങ്ങളിലും മാസികകളിലും എന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായോ? 52 പേരുടെ മാനം കളഞ്ഞവളാ ഈ റീത്ത. എത്രയോ മാന്യന്മാരുടെ ജീവിതം ഞാൻ നശിപ്പിച്ചു. ആഹാ, നല്ല ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ബയോഡാറ്റയിലൊക്കെ കൊടുക്കാം. കേരളം മൊത്തം കൺട്രോൾ ചെയ്യുന്ന പാമ്പ് ജോസിന്റെ വീട് കണ്ടാണ്ടല്ലോ കാർക്കിച്ച് തുപ്പാൻ തോന്നും. പീരങ്കി, കുറെ പ്രതിമകള്, കാളവണ്ടി, കുറെ പാത്രങ്ങള്. മൂട് വെച്ചോ, ആ ഗ്ലാസ് അങ്ങോട്ട് വെക്കി. അതിനല്ലേ ഇപ്പൊ ഈ കാട്ടിക്കൂട്ടലൊക്കെ. ഇതെങ്ങനെ മനസ്സിലായി? ഒത്തിരി കണ്ടേ സാറേ. ഇനി
ഇനി രാഘവിന്റെ ഒരു ആക്ഷൻ സീനാണ്. ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയാവുന്ന നിനക്ക് പക്ഷെ അത് ആരോടാ പറയണ്ടെന്ന് അറിയില്ലല്ലോ കുഞ്ഞെ. മിന്നലേ മിന്നലൊന്ന് മിന്നലേ മിന്നലേ മിന്നാൻ പോകുക. ഈ മിന്നലിന് വയസ്സായി എന്നുള്ളത് സത്യം. പക്ഷേ ഈ മിന്നലിന്റെ വോൾട്ടേജിന് പഴയ പവർ തന്നെയാ, 240 kV. മുതലാളിക്ക് ഇപ്പോഴും സംശയമുണ്ട് മിന്നലിന്റെ വോൾട്ടേജിനെ കുറിച്ച്. നല്ലൊരു ഷോക്ക് കിട്ടുമ്പോ പഠിക്കും. ഞാൻ ഷോക്ക് അടിപ്പിക്കാം. ഇയാള് ഗുണ്ടാപ്പണിക്ക് ഇറങ്ങുന്നതിന് മുന്നേ KSEBയിലായിരുന്നു. അയാളുടെ ഒരു ഷോക്കും വോൾട്ടേജും. മിന്നല് കൊട്ടേഷൻ ഏറ്റെടുത്ത് കാശ് വാങ്ങുമ്പോ ആർക്കും ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാറില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് ഇങ്ങനത്തെ ഒരു തീം മ്യൂസിക് കൊടുത്തേക്കണത്. ഇംഗ്ലീഷ് അറിയാത്തോണ്ട് പാമ്പ് ജോസിന്റെ ടീമിന് കുറെ ബിസിനസ് നഷ്ടമായിട്ടുണ്ട്. ആ ബിസിനസ് ഒക്കെ തിരിച്ചു പിടിക്കാൻ രാഘവ് പാമ്പിനെ സഹായിക്കുകയാണ്. Sir, Mr. Jose is ready to give you any type of help, whatever it is. But there has to be a deal. സൂപ്പർ സർ, സൂപ്പർ സർ. ഇയാള് പൊട്ടനാണോ അതോ പോലീസാണോ? എന്തിനപ്പ ഇയാൾ ഇങ്ങോട്ട് വന്നത്? എന്താ ഇയാള് ചെയ്യണത്? ഇനി ഒരു അഭിമാനപ്പോസാവാം. ഇതൊക്കെ ഒരു ബീജിയം. ഇതെന്താ ഇയാള് കാണിക്കണത്? കൊറേ അങ്ങട് പോണു, കൊറേ ഇങ്ങട് വരുന്നു, കൊറേ കടന്ന് കറങ്ങണു. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് മൂപ്പർക്കന്നെ അറിയണില്ല. ഇനിയാണ് നമ്മുടെ കേൾക്കുമ്പോ തന്നെ ചാർജ് ആവുന്ന ബാറ്ററിയുടെ എൻട്രി. അയ്യപ്പ, ഇവനാള് കൊള്ളാവല്ലോ മേനോൻകുട്ടി. പൊക്കട്ടെ. വഴി കൂടെ പോണവന്മാരൊക്കെ വിളിച്ച് ഇവന്മാര് ടീമിൽ ചേർക്കാണ്. ഇത് ഗുണ്ട ടീം തന്നെ ആണോ? ട്വിസ്റ്റ് എന്താന്ന് വെച്ചാ ഇയാളും ഒരു പോലീസാണ്. വയർലെസ് കൊണ്ടാണ് മൂപ്പര് വന്നിരിക്കണത്. ഒരുത്തനെ കൊണ്ടേ ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോഴാണ് വേറൊരുത്തൻ. ആരാടോ ഉപ്പുമ്പോട്ട് കെട്ടിയെടുത്തത്? ഇന്ന് രാത്രി ഇവൻ ഉറങ്ങരുത്. എന്താടോ? ഇന്ന് രാത്രി ഇവൻ ഉറങ്ങരുത്. അതെ, ജോസേട്ടൻ കൽപ്പിക്കണം. എന്താ പേര്? തോമസ്. കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവുന്നു. സുബേൻ മുതലാളി ലേലത്തിന് എത്തരുന്ന എന്താ ചെയ്യേണ്ടതെന്ന് ജോസേട്ട് ഇതുവരെ പറഞ്ഞില്ല. എന്ന് വെച്ചാൽ എനിക്ക് വാലില്ലെന്നർത്ഥം. എന്നാൽ വാളുണ്ട്. അത് മാത്രമേ ഉള്ളൂ. എവിടെ? കേക്കല്ലോ. ഹോ ഹോ. ഇപ്പൊ ഓക്കെ. ബെസ്റ്റ് ടൈമാ. വാള് കൊണ്ടൊരു കേറ്റ്, ഒരു വലി. ഫ്ലാഷ്ബാക്ക്. ഇന്ന് മുതൽ സുബ്ബയ്യൻ മുതലാളിയുടെ പരിപൂർണ സംരക്ഷണം മിന്നൽ തങ്കൻ, ഈ ജീവൻ ഉൾപ്പെടെ. ഈ മിന്നലിന്റെ വോൾട്ടേജിന് പഴയ പവർ തന്നെയാ, 240 kV. 240 kVയുടെ പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ ഈ കാണുന്നത്. 240 വോൾട്ട് വരണം. ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? പോലീസായ രാഘവ് ഇപ്പൊ ഒരു കൊലയാളിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനാണോ ഇയാൾ അണ്ടർ കവറിൽ വന്നത്? ഈ പുതിയ പോലീസ് നയം കൊണ്ടുവരാൻ ശ്രമിച്ചതും സാറല്ലേ സാർ? ഇതേ സാറിനോടല്ലേ സാർ ഞാൻ പറഞ്ഞത്? സാറിനോട് ഞാൻ പറഞ്ഞതല്ലേ സാർ കൊല നടന്നില്ലേ സാർ? നിർത്തണം നിന്റെ ഈ സാറ് വിളി. നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നാണമാവില്ലേ സാർ? ഏതായാലും ഇതിന്റെ അത്ര വലിയ നാണക്കേടൊന്നുമില്ല. ഇന്ന് രാത്രി ഇവൻ ഉറങ്ങരുത്. I killed a man. You know that? You are into a mission. എന്ത് മിഷൻ? നാടിന് വേണ്ടിയുള്ള കർമ്മം. ഞാൻ പറയണില്ല. മിന്നലടിച്ചാൽ ഉടൻ ഇടിവെട്ടണം. ഒന്ന് പോടോ. ഒരു കാര്യം തീർച്ച, നമ്മളിൽ ആരോ ഒരാൾ ഒറ്റുന്നുണ്ട്. അങ്ങനെ ഒറ്റുകാരനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഒരു പരേഡ്. ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇപ്പോ നമ്മൾ അളിக்கிறதுக்கு நம்மள மாதிரியே நமக்குள்ள ஒரு கருப்பு ஆடு நுழைஞ்சிருக்கு. அதை கண்டுபிடிச்சு பலி கொடுக்கணும். நான் செவனேந்தானா போய்க்கிருந்தேன். யாரு வம்பு தும்புக்காச்சும் போனனா? ஐயோ பண்டாரா இருக்குடா. നീയാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. 30 വെള്ളിക്കാശിന് വേണ്ടി മേനോൻകുട്ടി ഒരിക്കലും യുവദാസാവില്ല. ചുമ്മാ ഒന്ന് വരട്ടിയതാ ജോസേട്ടാ. ഇവൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ തന്നെയാ.
ഈ നിൽക്കുന്ന ആൾക്കാരിൽ പുതിയതായിട്ട് വന്നവർ ഈ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഒന്ന് രാഘവ്, പിന്നെ നമ്മുടെ ബാറ്ററി. അല്ലെങ്കിൽ തന്നെ ഇയാളെ കണ്ടിട്ട് ഒരു ഗുണ്ടനെ പോലെയൊക്കെ തോന്നുന്നുണ്ടോ? ഇയാളെ കണ്ടാൽ തന്നെ അറിയാം മാണിക്കക്കല്ലിലെ പൃഥ്വിരാജിനെ പോലെ ഉണ്ട്. ഇയാളൊക്കെ ഒരു ഗുണ്ട അത്ര. എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെട്ട് ഓടിയെത്തിയപ്പോ പേടിച്ച് തിരികെ ഓടുമ്പോ. ഇത് ഡയലോഗ് പറയാണോ അതോ നോവല് വായിക്കാണോ? അങ്ങനെ അവസാനം ഒറ്റുകാരിൽ ഒരുത്തനെ പാമ്പ് കൊത്തുകയാണ്. എന്താടാ എന്ത്? ഒന്നുമില്ല, ഞാൻ വെറുതെ. നിന്റെ ചാർജ് ഇന്ന് ഞങ്ങൾ കുറയ്ക്കൂടാ. ഗുണ്ടകളുടെ കയ്യിൽ വരെ മൊബൈൽ ഫോൺ ഉണ്ട്. അപ്പോഴാണ് ഈ പൊട്ടൻ പഴയ ടിവിയുടെ റിമോട്ട് പോലത്തെ ഈ കോപ്പും കൊണ്ട് വന്നിക്കണത്. അത് കൊണ്ടുവന്നതോ പോട്ടെ, അവിടെ വെച്ച് തന്നെ ഇയാൾക്കെല്ലാം റിപ്പോർട്ട് ചെയ്യണത്രേ. മണ്ടൻ. ഇത് മാർവലിന്റെ പുതിയ സൂപ്പർ ഹീറോ അല്ലാട്ടോ, നമ്മുടെ ബാറ്ററിയാണ്. പാമ്പ് ഇയാളെ കൊത്താൻ പോവാണ്, അതും വിനായകനെയും ആക്രിവാളും വെച്ചിട്ട്. ഇതിപ്പോ കുത്തിയിട്ട് ചത്തില്ലെങ്കിലും സെപ്റ്റിക് ആയിട്ട് ചത്തോളും. അത്രയ്ക്ക് പഴക്കുണ്ടാവും ആളിന്. ഓക്കേ, ഗുഡ് നൈറ്റ്. വിനായകനാണ് എല്ലാവരെയും കുത്തിക്കൊല്ലുന്നത്. കുത്തിക്കൊല്ലുന്ന ടൈമിൽ മൂപ്പർക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ കൊന്നു കഴിഞ്ഞാണ്ടല്ലോ മൂപ്പര് ഇരുന്ന് മോങ്ങാൻ തുടങ്ങും. ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് എന്തിനാണ് ഇയാൾ അവിടെ നിൽക്കണത് എന്നാവോ? പാമ്പ് ജോസിന്റെ അടുത്ത അറ്റാക്ക് പ്ലാൻ ചെയ്യണത് ആരാന്നറിയോ? നമ്മുടെ രാഘവ്. നിങ്ങൾ ഞെട്ടിയില്ലേ? ഞെട്ടണം. ജാഥ വരുന്നു. നമ്മുടെ ആളുകള് ഒരു 100-150 പേര് നുഴഞ്ഞു കയറുന്നു. വടികള്, കല്ലുകള്, നാടൻ ബോംബുകൾ ഇതൊക്കെ ജാഥയ്ക്കുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. നമ്മുടെ ആളുകൾ അക്രമാസക്തരാകുന്നു. വഴിയിൽ കാണുന്ന പൊതുമുതൽ മുഴുവൻ അടിച്ച് നശിപ്പിക്കുന്നു. ഇതിനിടയ്ക്ക് വേണമെങ്കിൽ സാറിന്റെ പോലീസിന് പൊതുജനങ്ങളെ തല്ലി ചതക്കുകയും ചെയ്യാം. സൂപ്പർ സർ, സൂപ്പർ സർ. ഇയാള് ഗുണ്ടകളെ കൊല്ലാൻ വന്നതാണോ അതോ ഗുണ്ടകളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വന്നതോ? ഇങ്ങനത്തെ പൊട്ടന്മാരെയൊക്കെ പോലീസിൽ എടുക്കില്ലേ? സ്മാർട്ടല്ല, ഇഡിയറ്റ് രാഘവൻ. അങ്ങനെ സ്മാർട്ട് രാഘവന്റെ പ്ലാന് വർക്കായി. പക്ഷെ അത് നമ്മുടെ നോ ഡിസ്കൗണ്ട് മിന്നലിന് പിടിച്ചിട്ടില്ല. അയാള് ഹക്കീമിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടു. ഇതൊന്നും അറിയാതെ പഠിപ്പും വിവരവും ഇല്ലാത്ത ഇംഗ്ലീഷ് അറിയാത്ത ഹക്കീം തിയേറ്ററിൽ ലോർഡ് ഓഫ് ദി റിംഗ് ഇരുന്ന് കാണുകയായിരുന്നു. അതെ, ഗുണ്ടകളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ലോർഡ് ഓഫ് ദി റിംഗ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ഗുണ്ടകള്. ഇംഗ്ലീഷ് ഒന്നും അധികം വേണ്ട. അവിടെ വെച്ച് മിന്നല് ഹക്കീമിന്റെ മേലെ മിന്നുകയാണ്. അങ്ങനെ ഹക്കീം പടായി. ഇനിയുള്ള ജീവിതം സുഖം, സുഖകരം. നിങ്ങളെല്ലാവരും ഈ ഗംഭീര പ്രകടനം കണ്ടോണ്ടിരിക്കുമ്പോ എന്റെ കണ്ണുപോയത് മറ്റൊരു വ്യക്തിയിലേക്കാണ്. ഏതാ? സെന്റർ ഫ്രഷ് ആണോ സെന്റർ ഫ്രൂട്ട് ആണോ? ഒരു മര്യാദ വേണ്ടേ? ഇല്ല, പാമ്പിനി വയ്യ. മകടി ഊതാൻ ഒരു പാമ്പാട്ടി ഉണ്ടെങ്കിലോ? ഒടുക്കം പാമ്പ് ജ്യൂസ് മിന്നലിനെയും കൊത്തും. മിന്നല് മിന്നാൻ പോകുക. സാധാരണ മിന്നല് താഴോട്ട് വരുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു മിന്നല് മുകളിലോട്ട് പോവാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ രാഘവിന്റെ ലവറിനെ പാമ്പ് പൊക്കും. അമ്മാവന്റെ വീട്ടിക്ക് വിരുന്ന് വന്ന പോലെയാണ് നായിക പാമ്പിന്റെ മാളത്തിൽ ഇരിക്കണത്. എങ്ങനെയാന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂളായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റണത്? തന്റെ കാമുകീനെ ഒരുത്തൻ അവിടെ ഞോണ്ടിക്കൊണ്ടിരിക്കുമ്പോ അത് തടയാനൊന്നും ശ്രമിക്കാതെ ഇയാൾ ഒരു മൂലയില് പോയിട്ട് അഭിമാന പോസ് ഇടുകയാണ്. അങ്ങനെ ഒടുവിൽ രാഘവ് പോലീസാണെന്ന് പാമ്പ് അറിയുകയാണ്. അതും ഈ പടം കഴിയാറായതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇയാൾ അറിയൊന്നുമില്ല. ഇനി ഒരു ക്ലൈമാക്സ് ഫൈറ്റ്. തൊപ്പി തല കയറിയപ്പോ രാഘവ് വേറെ ഏതോ ലോകത്തിലേക്ക് പോയി. മറ്റേ ഫ്രണ്ട്സിലെ അരവിന്ദനെ പോലെ കുറച്ചു നേരം മൂപ്പര് അനങ്ങാതെ നിൽക്കും. പാമ്പ് ജോസ് ആണെങ്കിൽ അയാളെ കൊല്ലാതെ അത് നോക്കി നിൽക്കും. അവസാനം രാഘവ് പാമ്പിനെ തളയ്ക്കും. അത് നീ എനിക്കിട്ട് തന്നെ പണിതല്ലടാ. അങ്ങനെ ഒടുക്കം നമ്മുടെ പാമ്പ് ഇയാൾ ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിൽ രാഘവിന് പോലീസായിട്ട് വന്നാ പോരെ. ഇത് ഗുണ്ടകളെ കൊല്ലാനാണെന്നും പറഞ്ഞിട്ട് അണ്ടർ കവറിലൊക്കെ വന്നിട്ട് ഗുണ്ടകളുടെ അണ്ടർവെയർ മാത്രമേ ഇനി കഴുകാൻ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം അയാൾ ചെയ്തിട്ടുണ്ട്. വഴിയിൽ കാണുന്ന പൊതുമുതൽ മുഴുവൻ അടിച്ച് നശിപ്പിക്കും.
നീ ഇവർ പടം കണ്ടിട്ടുണ്ടോടാ? അപ്പൊ ശരി, ഗുഡ് നൈറ്റ്.